സോ ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗീവ് അവേ കാറ് ഇന്ന് വണ്ടി കൊടുക്കുവാണ്. അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 സബ് ആകുമ്പോൾ ഗീവ് അവേ കൊടുക്കുമെന്ന്. അപ്പോൾ 100 സബ്ബായിട്ട് കുറച്ച് ദിവസമായി ഗൈസ്, 2-3 ദിവസമായി. അപ്പോൾ ഇന്നാണ് ജസ്റ്റ് ഫ്രീ ആയത്. അപ്പോൾ നമ്മൾ ആ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന ഒരു റീലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറി ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യും വീഡിയോ എഡിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഗൈസ്, അപ്പം നമുക്ക് ആ മച്ചാനെ വിളിച്ചിട്ടുണ്ട്. മച്ചാൻ സ്കൂളിലൊക്കെ പോയിട്ട് എന്തോ 10th പഠിക്കുന്നത്. അപ്പം പുള്ളി സ്കൂളിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. ഫ്രീ ആയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു എന്നോട്. അപ്പം പുള്ളി ഫ്രീ ആയി കഴിയുമ്പോൾ എന്നെ മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ പറഞ്ഞു ബ്രോ കയറാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി കയറിയിട്ടുണ്ട്. റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മളപ്പം. പുള്ളി ഇപ്പോൾ കയറി വരും. കെൻസോ എന്നാണ് ഗൈസ് പുള്ളിയുടെ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ പേരും കെൻസോ എന്നാണ്, ഇതിനകത്തും കെൻസോ എന്നാണ് പേര്. അപ്പം നമ്മുടെ ചെറുക്കനെ നമ്മളിന്ന് കൊടുക്കാൻ പോവാണ് ഗൈസ്. എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായിരുന്നു ഗൈസ് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ. അടിപൊളിയാണ് ഗൈസ് ഈ വണ്ടി. വർക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയാണ്. അപ്പോൾ കുറേ നാളായി ഗൈസ് ഇത് വെർത്തായിട്ടുള്ള ഒരാൾക്കാണ്, വെർത്തല്ല മീൻസ് ഒരു യോഗമായിട്ടുള്ള ആൾക്കാർ കിട്ടേണ്ടെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ബ്രോയ്ക്ക് ഇതുണ്ടെന്നാണ് എനിക്കൊരു വിശ്വാസം. അതായത് ഗൈസ് ഞാൻ പറഞ്ഞു വന്നത്, ഒത്തിരി വണ്ടിയൊന്നും ഇല്ലാത്ത ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്കാണ് കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ആ റീലിന് ഒത്തിരി കമൻസും ഇല്ല. അപ്പം ഞാനല്ല സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്രോയെ കമൻറ്റ് പിക്കപ്പ് വഴി ബ്രോയിന് സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ കൺഗ്രാറ്റ്സ് ബ്രോ. അപ്പം വരുമായിരിക്കും ബ്രോ. ഇപ്പം നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് കഴുകിയാലോ ഗൈസ്, ഭയങ്കര പൊടി. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നീറ്റായിട്ട് വേണ്ട ഗൈസ് കൊടുക്കാൻ. ഗൈസ് ഇതിൻ്റെ അകം തന്നെ കണ്ടില്ലേ, ഭയങ്കര ഒരു നീറ്റായിട്ടാണ് ഗൈസ് അകം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രോ തന്നെ എന്തോ മെസ്സേജ് ഉണ്ട്, ബ്രോ റൂം ക്രിയേറ്റ് ആക്കിയോ ഗൈസ്. അപ്പം നമുക്ക് പറഞ്ഞേക്കാം ആക്കി ബ്രോ. ID കൊടുത്ത് കയറാൻ പറയാം. ID കൊടുത്ത് കയറ് ഗൈസ്. അപ്പം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബ്രോ ഇപ്പോൾ വരുമായിരിക്കും ഗൈസ്. അപ്പം നമുക്ക് നേരെ ഈ വണ്ടി ഒന്ന് കഴുകാൻ കൊണ്ടുപോകാം. ഈ വണ്ടിയും കണ്ട് ഗൈസ് ഇപ്പോൾ പോസ്റ്റിനൊക്കെ ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോളോവറും കൂടി ആണെന്ന് തോന്നുന്നു. നമുക്കപ്പോൾ വണ്ടി ഒന്ന് കഴുകാൻ ഗൈസ് കൊണ്ട്. ഒത്തിരി സ്പീഡിലും പോകാൻ പറ്റില്ല ഗൈസ്, അതാണ് ഇതിൻ്റെ ഒരു വിഷയം. നമ്മൾ കൊടുക്കുന്ന വണ്ടിയല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ഒത്തിരി അലമ്പ് കാണിക്കുന്നത് മോശമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനിയും ഇങ്ങനെ ഗീവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ഒരു 200 സബ് ആകുമ്പോഴായിരിക്കും ഗൈസ് ഞാൻ എല്ലാ 100 സബ് ആകുമ്പോഴും ഗീവ് അവേ കൊടുത്താലോന്ന് പ്ലാൻ ഉണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഗൈസ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. എന്ന് പറഞ്ഞാൽ ദേ ഗൈസ് പുള്ളിയാന്ന് തോന്നുന്നത് കെൻസോ ഗൈസ്. ലോക്കൽ വണ്ടീസ് അല്ല, RM കാർസ് നമ്മൾ കൊടുക്കാൻ പ്ലാൻ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്നാണ് വണ്ടി കയറ്റി കഴുകാൻ. മച്ചാനാന്ന് തോന്നാൻ വന്നിരിക്കുന്നത്, അറിയത്തില്ല. നമുക്ക് പേരൊന്ന് നോക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് അത് ആ ബ്രോയാണ് വന്നിരിക്കുന്നത്, കെൻസോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വണ്ടി പുറകോട്ടം കൊണ്ട് ഇടാൻ പുള്ളി വന്നിട്ടുണ്ട് ഗൈസ്. പുള്ളി ഹാപ്പിയാന്ന് തോന്നുന്നു. പുള്ളിയുടെ വണ്ടിയൊക്കെ അത്യാവശ്യം നോർമൽ വണ്ടിയാണ്. പക്ഷേ ഞാൻ റാങ്ക് ഒന്നും നോക്കിയില്ല സീരിയസ്ലി കാര്യം പറയാൻ. കമൻറ്റ് വഴി പിക്കപ്പ് ചെയ്തു ബ്രോയിനോട് കാര്യം പറഞ്ഞു. അപ്പം പുള്ളി ഹാപ്പിയായി ഗൈസ്. ആ ഒരു മെസ്സേജ് കണ്ടപ്പോഴേ ഞാനങ്ങ് ഇതായിപ്പോയി. അപ്പം എല്ലാവർക്കും അതേ ഗൈസ്. ഞാനൊക്കെ കുറേ ഗീവ് അവേയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇത് ഗെയിമിനകത്താണെങ്കിലും തന്നെ ഒരു ഗീവ് അവേ കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും ഹാപ്പിയാവും ഗൈസ്. അപ്പോൾ ഈ ഒരു മച്ചാനാണ് കെൻസോ എന്ന് പറയുന്ന ആൾ ഗൈസ്. അപ്പോൾ പുള്ളിയുടെ ഡ്രസ്സ് കണ്ടിട്ട് അത്യാവശ്യം സെറ്റായിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു ഗൈസ്, ഡ്രസ്സൊക്കെ കണ്ടിട്ട്. വണ്ടിയൊക്കെ നമുക്ക് ഇച്ചിരി അങ്ങോട്ട് മാറ്റിയിടാം ഗൈസ്. ഈ വണ്ടി നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ പാടാണ്. പുള്ളി എന്തോ കരയുന്നത് പിന്നെ പുള്ളി വിചാരിച്ചാണ് പുള്ളിയുടെ വണ്ടിയും കൊണ്ട് പോകും ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ട് അതാകുമ്പോൾ നമുക്ക് ശരിക്കും ഫോട്ടോ എടുക്കാം ഗൈസ്. കണ്ട പുള്ളിയെ ഇപ്പം ഇന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്, കിട്ടിയ സന്തോഷത്തിലായിരിക്കും. അപ്പം നമുക്ക് പറയാം ഒരു പിക്ക് എടുക്കാമെന്നൊക്കെ പറയാം. ഇങ്ങനെ നിൽക്കാൻ പറയാം ഗൈസ്. അപ്പോൾ നിൽക്കുമായിരിക്കും, നിൽക്കാനുള്ള പ്ലാൻ. നിൽക്കാത്ത ഈ പുള്ളി ഗൈസ് എന്തോ നെറ്റ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ പുള്ളിക്ക്
ആണ്ട് അങ്ങ് പോകുന്നുണ്ട് ഗൈസ്. ഇതെവിടെ പോവാണോ? നെറ്റ് പോയതാണ് ഗൈസ് പുള്ളിക്ക്. എന്തോ സീനായിട്ട് ആയിരിക്കും, നെറ്റ് പോയതായിരിക്കും. നോക്കാം, നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഗൈസ് പുള്ളിയെ കാണുന്നില്ല ഗൈസ്. ഗൈസ് പുള്ളി പോയിട്ടുണ്ട്, നെറ്റ് പോയതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തേലും ഇതിൽ പോയതായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. പുള്ളി വരുമായിരിക്കും ഗൈസ്. നെറ്റ് പോയതല്ലേ, ഇപ്പം വരുമായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ കോയിൻ കിറ്റ് ഫുള്ള് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ പണ്ടെടുത്താണ് ഗൈസ്. അതായത് ഒരു 1-2 മാസം മുമ്പെടുത്ത വണ്ടിയാണ്. അപ്പോൾ അതിങ്ങനെ 100 സബാകാൻ വേണ്ടി കിടന്നിട്ട് കുറേ നാൾ കിടന്ന് ചെറിയ പണിയൊക്കെ ആയിരുന്നു. അതൊക്കെ നമ്മൾ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഫുള്ള് ലിപ്പൊക്കെ വെച്ച് ലൈറ്റൊക്കെ വെച്ചിട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ബ്രോ വേണമെങ്കിൽ മാറ്റുക, അല്ലെങ്കിൽ വെക്കണമെങ്കിൽ ബ്രോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മച്ചാൻ കയറിയിട്ടുണ്ട്. ഇതേ വരുന്ന വയസ്സ് വണ്ടിയും കൊണ്ട്. നമുക്ക് എന്താണേലും ഇവിടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കാം ഗൈസ്. ഡ്രോൺ നമുക്ക് ആദ്യമേ തന്നെ ഡ്രോൺ എടുത്ത് വെക്കാം. പുള്ളി ഒത്തിരി ലാഗ് അടിപ്പിക്കണ്ട. പുള്ളിക്ക് നെറ്റ് കമ്മി ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ലാഗ് അടിപ്പിക്കുന്നത് ശരിയല്ല ഗൈസ്. അപ്പോൾ പുള്ളി വരുമ്പോഴേ നമുക്കൊരു ഫോട്ടോ എടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത് വന്നിപ്പുണ്ട്, നമുക്ക് 2 ഫോട്ടോ എടുത്തേക്കാം. എന്താ പറയുക, പുള്ളി ഹാപ്പിയാണ് ഗൈസ്. പുള്ളിയുടെ ആ മെസ്സേജ് കാണുമ്പോഴേ അറിയാം പുള്ളി ഹാപ്പിയായിരുന്നു. അപ്പോൾ നമുക്ക് ആ വണ്ടി കൊടുത്തേക്കാം. ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടമായോ എന്ന് ജസ്റ്റ് ചോദിക്കുന്നുണ്ട് ഗൈസ് ഞാൻ. അപ്പോൾ അതിൻ്റെ റിപ്ലൈ എന്താ കിട്ടുക എന്ന് നോക്കാം. സോറി ബ്രോ, നെറ്റ് പോയി. സാരമില്ല, അതൊന്നും സാരമില്ല. നമുക്ക് നമ്മുടെ കാര്യം നമുക്കറിയാമല്ലോ ഗൈസ്. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം നമ്മൾ സെയിം സാധനം കൊള്ളാം ബ്രോ. ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് ഒത്തിരി ജസ്റ്റ് ചോദിക്കാം ഗൈസ്. ബ്രോ എന്ത് ചെയ്യുവാന്ന് ചോദിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് കാര്യം അറിയാമല്ലോ, എന്ത് ചെയ്യുക, എത്രയിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കാം, എത്രയിലാണ് പഠിക്കണേന്ന് ചോദിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. മച്ചാൻ്റെ വണ്ടിയൊക്കെ ഓടിച്ച് നോക്കുന്നുണ്ട്. പുള്ളി ഇപ്പം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി ടൈപ്പ് ചെയ്യാനുള്ള ഇതിലായിരിക്കും ഇറങ്ങി വന്നത്. പ്രൊഫഷണലാണെന്ന് തോന്നുന്നു ഗൈസ്. റാങ്ക് പ്രൊഫഷണലാണോ എക്സ്പേർട്ടാണോ? ഓക്കെ, പുള്ളി 10ലാണെന്നാണ് ഗൈസ് പറഞ്ഞത്. എന്തോ എനിക്ക് മനസ്സിലായില്ല ഗൈസ്. സ്റ്റാൻഡേർഡ്, ഇത് സ്റ്റാൻഡേർഡ്. ഓക്കെ. ബ്രോ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്ത് ചെയ്യുവാന്ന് ഗൈസ്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീടൊക്കെ പറയാം. അതിനുള്ള ഇതൊന്നും ഇപ്പം ഇല്ല. അപ്പം അതൊക്കെ പിന്നെ പറയാം. നമുക്കപ്പോൾ അതിനാളും വണ്ടി കൊടുക്കാം ഗൈസ്. ഒരു 0-യിൽ നമുക്ക് വണ്ടി കൊടുക്കാം. പുള്ളി ഹാപ്പിയാണ് ഗൈസ്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ഹാപ്പിയാവും. വണ്ടി പുള്ളി മേടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ബ്രോ. അപ്പോൾ എന്താ പറയുക, പുള്ളി ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ബ്രോ എന്നൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. ഗീവവേ ഗൈസ്. അപ്പം കുറേ പേര് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഇട്ടിട്ടുണ്ട് ഗൈസ് കമൻറ്റ്. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ആ വീഡിയോയ്ക്ക് ആകെപ്പാടെ 4-5 കമൻസേ ഉള്ളൂ. അതിൽ 2 പേരെങ്ങാണ്ട് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് അടുത്തുള്ളവരൊക്കെയാണ്. ബാക്കി 3 പേരാണ് പല സ്ഥലങ്ങളിൽ. ഈ ബ്രോയൊക്കെ വേറെ എവിടെയോ സ്ഥലമാണ്, എനിക്ക് അത്ര പേഴ്സണലായിട്ട് അറിയത്തില്ല. ഇങ്ങനെ ഗെയിമിൽ കൂടെ കളിച്ചിട്ടുമില്ല ഗൈസ് ഞങ്ങൾ ഒരുമിച്ച്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കമൻറ്റ് ഇട്ടപ്പോഴത്തേക്കും വിന്നർ പുള്ളിയായി. അപ്പം ഞാൻ പുള്ളിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്നേരം പുള്ളി പറഞ്ഞ് കയറി വന്നതാണിപ്പോൾ. അപ്പോൾ ചോദിക്കാം ബ്രോ, പിക്ക് എടുക്കാമെന്ന് പുള്ളിയോട് പറയാം. ഒരു ബാഡ് മൂഡായിരുന്നു പുള്ളിക്ക്, എന്തോ ബാഡ് മൂഡായിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ പുള്ളി ഇപ്പം ഹാപ്പിയായി കാണും. എപ്പോഴാവുന്നു പുള്ളി പറഞ്ഞത് ക്ലാസ്സിൽ വെച്ച് ആകെ മൊത്തം ഒരു ബാഡ് മൂഡായിരുന്നു, ഇപ്പോഴാണ് ഒന്ന് ഹാപ്പി ആയിരുന്നു ഗൈസ്. അപ്പോൾ വണ്ടി കിട്ടിയപ്പോൾ പുള്ളി ഹാപ്പി ആയിട്ടുണ്ടെന്ന് ഒരു മെസ്സേജിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു തവണയും കൂടെ പറയുവാണ് ബ്രോ, കൺഗ്രാറ്റ്സ് ബ്രോ. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടേക്ക് കേട്ടോ, ഞാനും എടുത്തു. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് പയ്യെ ഇറങ്ങാനുള്ള സെറ്റപ്പ് നോക്കാം. പുള്ളിയോട് പറയാം കേട്ടോ പോവാമെന്ന്.
എൻ്റെ പെട്ടെന്ന് പോവുകയാണെങ്കിൽ പുള്ളി എന്ത് വിചാരിക്കും ഗൈസ്. അപ്പോൾ അമ്മച്ചാനോട് പറഞ്ഞിട്ട് ഗൈസ് എനിക്ക് 1000 രൂപയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ 1000 ആണോ 10,000 ആണോ ഗൈസ്. ഇപ്പോൾ ഒരു എമൗണ്ട് അയച്ചു തന്നിട്ടുണ്ട്, 10 lakhs അങ്ങനെ ഉണ്ടാകും തോന്നുന്നു. അപ്പോൾ ഓക്കെ ബ്രോ, ഓക്കെ കൺഗ്രാറ്റ്സ്. പിന്നെ കൺഗ്രാറ്റ്സ് ആണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ബാഗ് അടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ പുള്ളിക്ക് ആ വണ്ടി കിട്ടിയതിൽ പുള്ളി ഹാപ്പിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത്രയും കുറച്ച് വണ്ടിയൊക്കെ ഇനി ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയൊക്കെ കഴിഞ്ഞ ദിവസം എടുത്താണ് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിനി 200 സബ് ആകുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ചേട്ടൻ തന്ന വണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും